അഖിൽ മാരാർ ജാതീയമായി അപമാനിച്ചെന്ന ഐഷ പോറ്റിയെ നടക്കം ഉപയോഗിച്ച് തനിക്കെതിരെ മോശം പരാമർശം നടത്തി. തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ബാലഗോപാൽ വീട്ടിൽ വന്നത് പാർട്ടിക്കാരിയല്ല എന്ന് പറയരുതെന്ന് ആവശ്യപ്പെടാനാണ്. അഖിൽ മാരാർ കൊച്ചു പയ്യനാണെന്നും തനിക്ക് കേട്ടറിവേ ഉള്ളൂവെന്നും ഐഷ പോറ്റി പറഞ്ഞു. ഈ അഖിൽമാരാരെ പറ്റി ഇങ്ങനെ കേട്ടറിവേ ഉള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും അഖിൽമാരാരെ പറ്റി നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ അറിയാമായിരിക്കുമല്ലോ. കൊച്ചു പയ്യനാണ്, എവിടെയായിരുന്നു, എങ്ങോട്ടൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. എന്തായാലും അഖിൽമാരാർക്ക് പാർട്ടിക്കാരാരെങ്കിലും CPM-കാരോ എഴുതി കൊടുത്ത വിവരങ്ങളാണോ ഈ പറയുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്നെ അല്പമെങ്കിലും അറിയാമെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിലും ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇങ്ങനെ ഒരു കമൻറ്റോ പറയത്തില്ല. കാരണം അത് അവനോനെ ഒന്ന് തിരിഞ്ഞു നോക്കണം. അഖിൽമാരാർ എവിടെയായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോയി, എന്താണ് ഇപ്പോൾ സംഭവിച്ചത്, ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അഖിൽമാരാർക്ക് മാത്രം അറിയാവുന്ന കാര്യം, എനിക്കറിയുന്ന കാര്യമല്ല. കൂടുതൽ വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, ഇതിപ്പോൾ ഒരു പോറ്റി എന്ന് വിളിച്ചാൽ അതിനകത്തുള്ള ജാതീയമായ അധിക്ഷേപം എന്താണെന്ന് അവർ പറയുന്നുണ്ടോ? അവരുടെ പേരിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ പോറ്റി എന്നുള്ളത്. അപ്പോൾ അവരെന്താ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു അഖിൽമാരാർ എന്ന് പറയുന്നത്? മറ്റ് അവരുടെ വാദങ്ങൾ എന്താ? അതായത് അഖിൽമാരാർ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇന്ന് രാവിലെയോടെ ഇട്ടിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. മന്ത്രി KN ബാലഗോപാലുമൊത്തായിട്ടായിരുന്നു മുഖ്യമന്ത്രിയെ കണ്ടത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അഖിൽമാരാർ ഉയർത്തിയത്. അതിൽ പോറ്റി എന്നൊരു പദം അവർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഐഷ എന്നുള്ള പേര് മാത്രമാണ് അച്ഛൻ ഇട്ടിരുന്നത്, പോറ്റി ഇന്ന് പിന്നീട് ചേർത്തതാണ് എന്ന് അവർ പറയുകയും ചെയ്തു. അത് തന്നെ ജാതീയപരമായി അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. എന്തിനാണ് ആ പോറ്റി എന്നുള്ള പദം ഉപയോഗിച്ചത് എന്ന് ഐഷ പോറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറുചോദ്യം നമ്മൾ ചോദിച്ചു, ഐഷ എന്നുള്ള പേര് മാത്രമല്ലേ ഉള്ളൂ, അല്ല പോറ്റി എന്ന് ഉദ്ദേശിച്ചത് അത് തന്നെ ജാതീയമായി അധിക്ഷേപിക്കാനാണ് എന്നാണ് ഐഷ പോറ്റി പറയുന്നത്. പക്ഷേ അതിൽ വ്യക്തമായ മറുപടി ഐഷ പോറ്റി നൽകിയിട്ടില്ല. എന്തായാലും അഖിൽമാരാർ ഒരു കൊച്ചു പയ്യനാണ്, ഇയാൾ രാഷ്ട്രീയ പക്വതയില്ലാത്ത ആളാണ്, പക്വതയില്ലാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയെ താൻ കണ്ടിട്ടുണ്ട്, അതായത് കോൺഗ്രസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് സർക്കാരിന് ഇപ്പോൾ സങ്കീർണമായ സമയമാണ് എന്നൊരു വാക്ക് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തന്നെ ഒരിക്കൽ പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച നടത്തിയിട്ടില്ല. ഇത് CPM എഴുതി നൽകുന്നത് അഖിൽമാരാർ വായിക്കുകയാണ്. എന്തായാലും അഖിൽമാരാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, പാർട്ടിയുമായി ആലോചിച്ച് നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ഐഷ പോറ്റി പറയുന്നത്. എന്തായാലും പോറ്റി എന്നുള്ള വാക്ക് അത് തന്നെ വേദനിപ്പിച്ചു, അതൊരു മോശം പരാമർശമാണ്. അതിൽ ദേവസ്വം ബോർഡും ശബരിമലയുമായി കൂട്ടിച്ചേർത്തതാണ് അതൊരു മോശം പരാമർശം, നിലവിലെ സാഹചര്യത്തിൽ മോശം പരാമർശമായി ഐഷ പോറ്റിക്ക് തോന്നിയത്. സനീഷ്, ശരി, നന്ദി ഷമീർ വിവരങ്ങൾക്ക്. ഐഷ എന്ന് മാത്രമേ തൻ്റെ പിതാവ് തനിക്ക് പേരിട്ടിരുന്നുള്ളൂ, പോറ്റി എന്നത് പിന്നീട് കൂട്ടിച്ചേർത്താണ്. അതുകൊണ്ട് പോറ്റി എന്ന് വിളിച്ചപ്പോൾ അവർക്ക് അപമാനം തോന്നിയെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ പറയുന്ന കേട്ടാൽ ഈ കേൾക്കുന്നത് വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പോറ്റി എന്ന വാക്ക് അഖിൽമാരാർ എന്തോ നിർബന്ധമായിട്ട് അവരുടെ പേരിലിട്ടതാണ് എന്ന് തോന്നും. ഈ ഉന്നത കുലജാതികളെന്ന് സ്വയം വിചാരിക്കുന്ന ജാതികളെ അവരുടെ പേരിൽ, ജാതി പേരിൽ വിളിച്ചാൽ ഉണ്ടാകുന്ന സംഗതിയല്ല ജാത്യധിക്ഷേപം എന്ന് പറയുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ പോലും പഠിപ്പ് തികയാത്ത ആളായിരുന്നു ഐഷ പോറ്റി എന്ന അത്ഭുതത്തോടെ തിരിച്ചറിയുകയാണ് കേരള ജനത എന്ന് വേണം പറയാൻ. എന്തായാലും അഖിൽമാരാർ അവർക്കെതിരെ കഠിനമായിട്ടുള്ള കർക്കശമായിട്ടുള്ളൊരു വിമർശം ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. അതിൽ പ്രകോപിതയായിട്ടാണ് ഇപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു നിലക്കും മനസ്സിലാക്കാനാകാത്ത എന്തൊക്കെയോ പറയുന്നത്.